ഹലോ ഹായ് വെൽക്കം ബാക്ക് ടു സൽമോസ് എഞ്ചിനീയറിംഗ് വേൾഡ്. ഇന്ന് നമ്മൾ എക്സലിൽ രണ്ട് ടൈപ്പ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള രണ്ട് ടൈപ്പ് ഫോമാറ്റാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ഒന്ന് സമ്മീഫും അതേപോലെ ഒന്ന് ജസ്റ്റിഫൈയും. ഇതിൻ്റെ രണ്ടിൻ്റെ ഇമ്പോർട്ടൻസ് എന്താണെന്ന് ഞാൻ ഇന്നത്തെ സെക്ഷനിലൂടെ പറഞ്ഞുതരാം. സമ്മീഫ് പറയുന്നത് ഒരു ഒരു ഫോർമുലയാണ്. ആ ഫോർമുല എക്സലിൽ യൂസ് ചെയ്യുന്നത് എന്തിനാണെന്ന് നോക്കാം. ഈക്വൽ ടു സം ഈഫ്. ഇപ്പോൾ നമുക്ക് ഒരുപാട് ഡാറ്റാസ് ഉണ്ട്. സമ്മീഫ് നമുക്ക് വേണ്ട റേഞ്ച് ഏതാ വേണ്ടത്, ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ച് റേഞ്ച് ഏതാ വേണ്ടത്. എനിക്ക് ഈ ഒരു പാർട്ട് ഡിസ്ക്രിപ്ഷൻ്റെ ഈ ഒരു കോളം അടുത്തുള്ള വാല്യൂസിൻ്റെ സ്പെസിഫിക്കേഷൻസാണ് വേണ്ടത്. ദെൻ കോമട്ടു ക്രൈറ്റീരിയ, എന്തിൻ്റെ ക്രൈറ്റീരിയ, പാർട്ട് ഡിസ്ക്രിപ്ഷൻ്റെ ക്രൈറ്റീരിയ കോമട്ടു. ദെൻ എന്താണ് സം റേഞ്ച്, എന്തിൻ്റെ സം റേഞ്ചാണ് വേണ്ടത്, ഈ ഒരു സം റേഞ്ച്. ദെൻ ഞാൻ ജസ്റ്റ് ഒന്ന് എൻ്റർ അമർത്തി. സോ നമുക്ക് ഇവിടെ മനസ്സിലാക്കാൻ പറ്റുന്നത് എന്താ, ഓരോന്നിൻ്റെയും ഓരോ ഐറ്റത്തിൻ്റെയും ഇപ്പോൾ നട്ടായിക്കോട്ടെ, ബോൾട്ട് ആയിക്കോട്ടെ, പ്ലാസ്റ്റിക് ആയിക്കോട്ടെ, അതിൻ്റെ എല്ലാം സം വാല്യൂസ് ആയിരിക്കും ആ പ്രൈസ് എന്നുള്ളതിൽ നമുക്ക് കാണിക്കുന്നത്, സമ്മായിട്ട് കാണിച്ചു തരും. ദെൻ ഇതിൽ എന്താ വെച്ചാൽ ഒരുപാട് ഡാറ്റാസ് ഉണ്ടാകും. ഇപ്പം ബോൾട്ട് ആണ്. ഇപ്പോൾ ഇതാ ഫോർ എക്സാമ്പിൾ ബോൾട്ടുണ്ട്, ഇവിടെ ഒരു ബോൾട്ട് ഉണ്ട്. അതേപോലെ ഇനി അടുത്ത ബോൾട്ട് ഏതാ, ജസ്റ്റ് കണ്ടീഷണൽ ഫോർമാറ്റ് ഉപയോഗിച്ചിട്ട് വേണമെങ്കിൽ നമുക്ക് സോർട്ട് ചെയ്യാം. ഞാൻ ജസ്റ്റ് ഒന്ന് മെൻഷൻ ചെയ്യാണ് അറിയാൻ വേണ്ടിയിട്ട്. ഞാൻ പറഞ്ഞു കണ്ടീഷണൽ ഫോർമാറ്റിംഗ് ഉപയോഗിച്ചിട്ട് നമുക്ക് ഓരോന്നിനെയും ഹൈലൈറ്റ് ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഓൾറെഡി ഞാൻ എടുത്തിട്ടുണ്ട് ആ ക്ലാസ്. കണ്ടീഷണൽ ഫോർമാറ്റിംഗ് ഉപയോഗിച്ചിട്ട് എങ്ങനെയാണ് ഒരു പർട്ടിക്കുലർ ഐറ്റംസ് എന്താ പറയുക ഒരു ഫോർമുല റിപ്പോർട്ടാക്കി തയ്യാറാക്കുകയാണ്, അതേപോലെ അതെങ്ങനെ ഹൈലൈറ്റ് ആക്കുകയാണ്. ജസ്റ്റ് ഞാനിപ്പോൾ പറഞ്ഞത് എന്തായിരുന്നു, സം ഈഫ് ഉപയോഗിച്ചിട്ട് നമ്മൾക്ക് എങ്ങനെ ഒരു പർട്ടിക്കുലർ ഐറ്റംസിൻ്റെ ഒരു ഫുൾ ഡാറ്റാ ഷീറ്റിൽ നിന്ന്, ഒരു ടേബിളിൽ നിന്ന് നമുക്ക് ഒരു പർട്ടിക്കുലർ ഐറ്റത്തിൻ്റെ മാത്രം സം എങ്ങനെ കാണാമെന്നാണ് നമ്മൾ ഇത്രയും നേരം പറഞ്ഞത്. അതിൽ നിന്ന് നമുക്ക് അതിൻ്റെ ടോട്ടൽ വാല്യൂസ് ഞാൻ ജസ്റ്റ് ഒന്ന് ക്രോസ് ചെക്ക് ചെയ്തു. സെയിം റേറ്റ് ആണോ, ഈക്വൽ ടു സം ഈഫ്, പിന്നെ ഏത് റേഞ്ചിൻ്റെ ആണോ നമുക്ക് കാണേണ്ടത് വെച്ചാൽ ആ റേഞ്ച് സെലക്ട് ചെയ്യുക. പിന്നീട് എന്താണ് ആ ഒരു ക്രൈറ്റീരിയ സെലക്ട് ചെയ്യുക. ക്രൈറ്റീരിയ എവിടെയാണോ നമുക്ക് ഏതിൻ്റെയൊക്കെ ഇതാണോ വാല്യൂ വേണ്ടത് വെച്ചാൽ അത്, പിന്നെ എവിടെയാണ് പ്രൈസിൻ്റെ ഇത് കാണിക്കുന്നത് വെച്ചാൽ അതും സെലക്ട് ചെയ്ത് വെക്കുക. സോ ഇത്രയേ ഉള്ളൂ. സം ഈഫ് പറയുന്നത് വളരെ ഈസി ആണെങ്കിൽ അതേപോലെ വളരെയധികം ഹെൽപ്ഫുള്ളാണ്. എന്തെങ്കിലും വലിയൊരു ഡാറ്റാ ഷീറ്റൊക്കെ ഉണ്ടെങ്കിൽ നമുക്കതിനെ സോർട്ട് ചെയ്തിട്ട് നമുക്ക് അതേപോലെ ഈ ഫോർമാറ്റിലായിട്ട് നമുക്ക് കിട്ടും. ഇതിൻ്റെ ബെനിഫിറ്റ് എന്ന് പറയുന്നത് നമുക്ക് മനസ്സിലായി. ഇപ്പോൾ ചെറിയ ഒരു ടേബിളാണെങ്കിൽ നമുക്ക് ഹെൽപ്ഫുള്ളാണ്. പക്ഷേ എന്നാലും വലിയൊരു ഡാറ്റാ ഷീറ്റൊക്കെ ഹാൻഡിൽ ചെയ്യുന്ന ഒരാൾക്കാരാണെങ്കിൽ സം ഈഫിൻ്റെ ഇമ്പോർട്ടൻസ് മനസ്സിലാവും. നെക്സ്റ്റ് വൺ ഈസ് ജസ്റ്റിഫൈ എന്ന് പറയുന്നത് ഇതേപോലെ തന്നെ നമ്മളൊരു ഡാറ്റ ഇതേപോലെ ഞാൻ ടൈപ്പ് ചെയ്താണ്ടോ, ഇതേപോലെ ഞാൻ പല സെല്ലുകളിലായിട്ടാണ് ബ്രൗസ് ഒന്നിൽ, ത്രോ ഒന്നിൽ, ഇതാണ് ജസ്റ്റ് ഇങ്ങനെ കോപ്പി ചെയ്യുക, അപ്പുറത്ത് ഇങ്ങനെ പേസ്റ്റ് ചെയ്യുക. അത്ര സമയം എടുക്കും. അതല്ല അതിൻ്റെ ഒരു നല്ല മെത്തേഡ് എന്ന് പറയുന്നത്. ജസ്റ്റിഫൈ എന്നത് വളരെ അധികം ഇതേപോലെ ഇങ്ങനെയൊക്കെ വരുമ്പോൾ നമ്മൾ വേറൊരു പേപ്പറിൽ നിന്ന് ഇങ്ങോട്ടേക്ക് കോപ്പി ചെയ്യുകയാണെങ്കിൽ ഇങ്ങനെ ഈ രീതിക്കായിരിക്കും വരിക. അത് നമുക്ക് എങ്ങനെ മാറ്റാമെന്ന് നോക്കാം. ജസ്റ്റ് ആ ഒരു സെല്ല് ഏതുവരെ വരും, ആ ഒരു ലെങ്ത്ത് എത്ര കിട്ടും, ആ ഒരു ഇതിൻ്റെ അത് ജസ്റ്റ് ഞാൻ എന്തായിട്ട് ഇങ്ങനെ സെലക്ട് ചെയ്ത് വെച്ചു. അപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ എളുപ്പമാണല്ലോ. എന്നിട്ട് എന്ത് ചെയ്തു, ഹോം ടാബിൽ പോയിട്ട് ഇങ്ങേറ്റത്ത് കണ്ടോ ആ ഒരു ഇതിലായിട്ട് ഞാൻ ജസ്റ്റ് ക്ലിക്ക് ചെയ്തു. ആ ഒരു ക്ലിക്ക് ചെയ്യുമ്പോൾ അതിനുണ്ട് ലാസ്റ്റായിട്ട് ജസ്റ്റിഫൈ എന്നുള്ളൊരു ഓപ്ഷൻ. ആ ജസ്റ്റിഫൈ എന്നുള്ളൊരു ഓപ്ഷൻ ജസ്റ്റ് ക്ലിക്ക് ചെയ്യുമ്പോൾ തന്നെ കണ്ടോ ഇങ്ങനെയായിട്ട് കിട്ടും. വളരെ എളുപ്പമായിട്ട് നമുക്ക് ചെയ്യാം. ഒരു കണ്ടൻറ്റ് നമ്മൾ വേറെ എവിടെയെങ്കിലും നിന്ന് കോപ്പി ചെയ്തിട്ട് സെല്ലിലോട്ട് പേസ്റ്റ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് എങ്ങനെയായിരിക്കും എന്ന് നമുക്ക് നന്നായിട്ട് അറിയാം. അതേപോലെ തന്നെ അത് ഇങ്ങനെയാക്കിയിട്ട് നമുക്ക് മാറ്റാം. അതുപോലെ തന്നെ നമുക്ക് ജസ്റ്റ് ഒന്ന് ഞാൻ കാണിച്ചു തരാം. ആ ഒരു നേരത്തെ വന്ന അതേപോലെ തന്നെ എന്ത് ചെയ്യാം, അതേപോലെ ഇതിനെയാണ് നമ്മൾ എന്ത് ചെയ്യുക, കോപ്പി ചെയ്ത് നമ്മൾ വേറൊരു സ്ഥലത്ത് നിന്ന് അവിടെ നിന്ന് കോപ്പി ചെയ്ത് ഇവിടെ പേസ്റ്റ് ചെയ്യുമ്പോൾ ഈ രീതിയിൽ നിന്ന് ഈ രീതിയിലോട്ട് മാറ്റാം. ഇത് പറയുന്നത് പറയുന്ന സെല്ലിലല്ലേ, പറയുന്ന സെല്ലിലാണ്. സോ പറയുന്ന സെല്ല് ഇത് കണ്ടാൽ നമുക്ക് ക്ലിക്ക് ചെയ്യുമ്പോൾ മനസ്സിലാവും പറയുന്ന സെല്ലിലാണ്. ഇങ്ങനെ പ്രശ്നം വരുമ്പോൾ നമ്മൾ ചെയ്യേണ്ടത് ജസ്റ്റ് ഫസ്റ്റ് സെല്ല് റാപ്പ് ചെയ്യാം. റാപ്പ് അറിയാലോ, ജസ്റ്റ് റാപ്പ് ചെയ്യുമ്പോൾ നമുക്ക് ഇതേപോലെ കിട്ടും. ഈ റാപ്പ് ചെയ്യുമ്പോൾ ജസ്റ്റ് ഒന്ന് നമുക്ക് പിന്നെ ഒന്ന് സെല്ല് അറേഞ്ച് ചെയ്ത് കൊടുത്താൽ മാത്രം മതി. ജസ്റ്റിഫൈയും റാപ്പും ഇത് രണ്ടും ഉപയോഗിച്ചിട്ട് നമുക്ക് ആ ഒരു റിപ്പോർട്ട് അല്ലെങ്കിൽ ആ ഒരു സെല്ലിൽ വന്നിട്ടുള്ള പാരഗ്രാഫിനെ അറേഞ്ച് ചെയ്തിട്ട് നല്ല രീതിക്ക് തന്നെ ചെയ്യാം, വളരെ എളുപ്പത്തിൽ ചെയ്യാം. ഈ മൂന്ന് മെത്തേഡും എന്തായാലും ജസ്റ്റിഫൈയും റാപ്പും സമ്മീഫും